അപ്പോൾ ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് തളർത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, വിമർശനങ്ങൾ ഒരിക്കലും തളർത്തിയിട്ടില്ല. കാരണം മാങ്ങയുള്ള മാവുമ്പിലേ കല്ലെറിയുള്ളൂ. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതങ്ങ് അവഗണിച്ച് വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഒരിക്കലും തളർത്തിയിട്ടില്ല, വിഷമവും ഞാൻ തുറന്ന് ചോദിക്കുകയാണ്. ഈ ശശികല എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് മക്കൾക്കാണെങ്കിലും വിഷമം ഒരു ഘട്ടത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അമ്മ ഇതൊന്നും വേണ്ട ഇനി? ഇല്ല, കാരണം എൻ്റെ മക്കളും സംഘടനാ പ്രവർത്തകരാണ്. അവർ തീർച്ചയായും ഇതിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഇതിനെ അതേ അർത്ഥത്തിൽ തന്നെ അവരെടുക്കും. കാരണം അവർ വിഷകല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ചത് വിഷമാണ്. കാരണം അവരെ വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു അർബുദ കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം കീമോ വിഷമാണ്. കീമോൻ്റെ ഉദ്ദേശം എന്താ? ആ അർബുദ കോശങ്ങൾ ശരീരത്തെ ബാധിക്കാതെ കാക്കുക എന്നുള്ളതാണല്ലോ കീമോയുടെ ഉദ്ദേശം. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വിഷമാണ്. ആ വിഷം ഇല്ലെങ്കിൽ അത് ഒരു പക്ഷേ ആ രോഗിയെ രക്ഷപ്പെടുത്തേണ്ട അമൃതമായിട്ട് അത് മാറും. ഇല്ലെങ്കിൽ രോഗിക്കായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇവിടെ രോഗാതുരമായൊരു സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. കാരണം ചുറ്റുപാടൊന്ന് ആക്രമിക്കപ്പെടുന്നൊരു സമൂഹം. ആ സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ.